ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ബീട്രൂട്ട് കൊണ്ടുള്ള ഒരു കിച്ചടിയുടെ റെസിപ്പിയാണ് ചെയ്യുന്നത്. സദ്യയിലൊക്കെ വിളമ്പാറുള്ള ഈ കിച്ചടിക്ക് ചെറിയൊരു പുളിയും മധുരവും ഒക്കെ ഉള്ളത് കൊണ്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമുക്കത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇതുണ്ടാക്കാൻ വലിയൊരു ബീട്രൂട്ടാണ് എടുത്തത്. നമുക്ക് ബീട്രൂട്ടിൻ്റെ തൊലിയെല്ലാം ഇതേപോലെ സ്ലൈസർ വെച്ചിട്ട് എടുത്ത് മാറ്റാം. ഇങ്ങനെ ആയാൽ വളരെ എളുപ്പമാണ്. അതെല്ലാം നമ്മൾ കത്തി ഉപയോഗിച്ച് തൊലി എടുക്കാൻ പ്രയാസമാണ്. നമുക്കതൊന്ന് നല്ല പുറം വാഷ് ചെയ്തതിന് ശേഷമാണ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇതേ രീതിയിൽ ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കാം. ഇതിനു മുന്നേ ബീട്രൂട്ട് വെച്ചിട്ടുള്ള കട്ട്ലറ്റിൻ്റെ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ കോഫിയസ് കട്ട്ലറ്റ്, അതൊക്കെ കണ്ടിട്ടില്ലാത്തവർ ഒന്ന് കണ്ടു നോക്കണേ. ഇപ്പോൾ അതെല്ലാം നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്കത് വേവിച്ചെടുക്കണം. നമുക്കൊരു കടായിലോട്ട് ഇട്ടതിന് ശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ച് അടച്ചു വെച്ച് ഒരു 4-5 മിനിറ്റ് സമയം എടുക്കും. ഇങ്ങനെ വെള്ളം ഒന്ന് ഇങ്ങനെ വറ്റി വരുന്ന സമയം നല്ല കുക്കായിട്ടുണ്ട്. ഇനി നമുക്കത് തണുത്തതിന് ശേഷം ജാറിലോട്ടിട്ടിട്ട് നമുക്കിത് 2 രീതിയിൽ കിച്ചടി ഉണ്ടാക്കാവുന്നതാണ്. തരിതരിപ്പോടുകൂടി അരച്ച് ഉണ്ടാക്കാം, അതല്ലെങ്കിൽ ഇതുപോലെ ഫൈനായിട്ട് അരച്ചാലും നന്നായിരിക്കും. ഇനി നമുക്കതൊരു ബൗളിലേക്ക് ഇടാം. നമുക്ക് അതിന് വേണ്ട കൂട്ട് റെഡിയാക്കാം. 1/4 കപ്പ് തിരുമ്മിയ തേങ്ങയും ഒരു 5-6 നല്ല എരിവുള്ള പച്ചമുളകുമാണ് വേണ്ടത്. ഇനി അത് ജാറിലേക്ക് ഇട്ടിട്ട് പച്ചമുളക് ഒന്ന് കട്ട് ചെയ്ത് ഇടണം. എന്നിട്ട് ഒരു 1/2 ടീസ്പൂൺ ജീരകവും. നമ്മൾ 1 കപ്പ് അളവിലാണ് തൈര് എടുത്തത്. ഇത് ബീറ്റ് ചെയ്യാത്ത തൈരായിരുന്നു. നമ്മളിത് മിക്സിയിൽ അരയ്ക്കുന്നതുകൊണ്ട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ചെറിയ പുളിയുള്ള തൈരാണ്. എന്നിട്ടിത് ഫൈനായിട്ട് ഇങ്ങനെ അരച്ചെടുക്കണം. ഇപ്പോൾ അത് നല്ല ലൂസായി വന്നിട്ടുണ്ട്. നല്ല ഫൈനായി അരച്ചെടുത്തു. ഇനി നമുക്ക് കടായി വെച്ചതിന് ശേഷം അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ നല്ല ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ കടുക് ചേർക്കണം. നമ്മൾ അരച്ചപ്പോൾ കടുകൊന്നും ചേർക്കാത്തതുകൊണ്ട് നമ്മൾ കടുക് ഇറക്കുമ്പോൾ 3/4 ടീസ്പൂൺ വരെ ചേർക്കാവുന്നതാണ്. എന്നിട്ടൊരു 3-4 വറ്റൽമുളകും കട്ട് ചെയ്തിട്ടതിന് ശേഷം കറിവേപ്പിലയും ഒന്ന് നല്ല അത് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇതേ രീതിയിൽ കടുവറുത്ത ഇതിലേക്ക് നമ്മൾ ആദ്യം ഒഴിക്കേണ്ടത് ആ ബീട്രൂട്ട് അരച്ച് വെച്ച മിക്സാണ്. അതെന്നിട്ട് 1-2 മിനിറ്റ് നല്ല ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോഴാണ് ആ വെളിച്ചെണ്ണയുടെ ഫ്ലേവർ അതിൽ നല്ലപോലെ ഇറങ്ങും. അങ്ങനെ ആകുമ്പോൾ കറി കൂടുതൽ രുചികരമാവുകയും ചെയ്യും. ഇനി നമുക്ക് അതിലോട്ട് അരച്ചെടുത്ത തൈരിൻ്റെ മിക്സ് ഒഴിക്കാം. ഈ സമയം ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. 2-3 മിനിറ്റ് സമയം കുക്ക് ചെയ്യണം. ഈ കറി ഉണ്ടാക്കി ഫ്രിഡ്ജിൽ ഒരാഴ്ച വരെയൊക്കെ സ്റ്റോർ ചെയ്ത് വയ്ക്കാവുന്നതാണ്. അപ്പോഴും നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കും. നമ്മളിതിൽ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. 1/2 ടീസ്പൂൺ ഉപ്പ് മതിയാവും. എന്നിട്ട് ടേസ്റ്റ് ബാലൻസ് ആകാൻ വേണ്ടി ഒരു 1/2 ടീസ്പൂൺ ഷുഗർ കൂടെ ചേർക്കണം. ഇത് ചെറിയ മധുരമുള്ള ബീട്രൂട്ടായിരുന്നു, എന്നാലും ഷുഗർ ചേർക്കണം. മധുരമില്ലാത്ത ബീട്രൂട്ടാണെങ്കിൽ 1 ടീസ്പൂൺ വരെ ഷുഗർ ചേർത്താൽ നന്നായിരിക്കുള്ളൂ. നമ്മൾ ഈ കറിക്ക് ചെറിയൊരു പുളിയും മധുരവും ഒക്കെ ഉണ്ടാകണം, എന്നാലേ നല്ല രുചികരമാകുള്ളൂ. ഈ ബീട്രൂട്ട് കിച്ചടി ഓണത്തിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, തീർച്ചയായും ഇഷ്ടപ്പെടും. ഫ്രണ്ട്സ്, വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് റിപ്ലൈ കമൻറ്റ് ബോക്സിലിടാൻ മറക്കരുതേ. എല്ലാവർക്കും എൻ്റെ ഹാപ്പി ഓണം. അടുത്ത് നല്ലൊരു റെസിപ്പിയുമായി വരുന്നവരെ നന്ദി.